നമസ്കാരം. എനിക്കിഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്, ഏത് പുസ്തകമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? കഴിഞ്ഞ ദിവസം വളരെ പ്രശസ്തമായ ഒരു കോളേജിൽ വായനാമുറി തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു. അതിൻ്റെ ഡയറക്ടർ എൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും വർത്തമാനങ്ങളും ഒക്കെ കണ്ടിട്ടാണ് അദ്ദേഹം വിളിച്ചത്. ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളാണെന്ന് അദ്ദേഹം കരുതി എന്നെ വിളിച്ചു. വരാമോ, ഈ ഒരു ചടങ്ങിൽ ഒരു അരമണിക്കൂർ സംസാരിക്കാമോ എന്നോട് ചോദിച്ചു. ഞാൻ കൃത്യസമയത്ത് അവിടെ എത്തി. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഞാൻ പുസ്തക വായനയിലെ ചില പുസ്തകങ്ങളെ കോട്ട് ചെയ്ത് അതിൻ്റെ ആഴങ്ങളിലൂടെ നടന്ന് അതെങ്ങനെയാണ് ഒരു മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ സംസാരിക്കുമെന്നാണ് കരുതിയത്. ഞാൻ അവിടെ ചെന്നു. ഞാൻ ആ അരമണിക്കൂർ സംസാരിച്ചത് പുസ്തക വായനയെക്കുറിച്ചല്ലായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ്, ഏത് പുസ്തകമാണ് നിങ്ങളുടെ ജീവിതത്തെ ഇത്രയേറെ സ്വാധീനിച്ചതിനിടയ്ക്ക് ഇൻ്ററാക്റ്റീവ് സെക്ഷൻ എന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ചില പുസ്തകങ്ങൾ ഞാൻ ആ ചോദ്യത്തിന് മറുപടി ഇവിടെ തന്നെ പറയാം. എനിക്ക് മലയാറ്റൂരിൻ്റെ യന്ത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പുസ്തകമായിരുന്നു. എനിക്ക് മാർക്വിസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അതുപോലെ തന്നെ ഗ്രിഗറി ഡേവിഡിൻ്റെ ശാന്താറാം എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. പിന്നെ ഖാണ്ടേക്കറുടെ യയാതി എനിക്കിഷ്ടമാണ്. സാറാ തോമസിൻ്റെ ഉണ്ണിമായ എനിക്കിഷ്ടമാണ്. പുനത്തിലിൻ്റെ സ്മാരകശിലകൾ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. പ്രാണം വായുവിൽ അലിയുമ്പോൾ പോൾ കലാനിധിയുടെ ഈ പുസ്തകം എനിക്കിഷ്ടമാണ്. ബഷീറിൻ്റെ മതിലുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ എക്കാർട്ട് ടോളിയുടെ ഈ നിമിഷത്തിൽ ജീവിക്കൂ, പവർ ഓഫ് നൗ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. മാധവിക്കുട്ടിയുടെ നിർമാതളം പൂത്തപ്പോൾ എല്ലാവരെയും പോലെ എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. KR മീരയുടെ ഭഗവാന്റെ മരണം, ഈ പുസ്തകത്തിലെ ഭഗവാന്റെ മരണം എന്ന ചെറുകഥ, അവരുടെ പല കൃതികളും എനിക്കിഷ്ടമാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ രാജീവൻ്റെ എഴുത്തും വായനയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സുഭാഷ് ചന്ദ്രൻ്റെ ഇതറിയാമല്ലോ, മനുഷ്യന് ഒരു ആമുഖം, എല്ലാവരെയും പോലെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. ഗോഡ് ഫാദർ, മാരിയോ പുസോയുടെ ഗോഡ് ഫാദർ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അതുപോലെ പാവങ്ങൾ, വിക്ടർ യൂഗോയുടെ പാവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. MDയുടെ അസുരവിത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. TD രാമകൃഷ്ണൻ്റെ പച്ചയും മഞ്ഞയും ചുവപ്പും എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. M മുകുന്ദൻ്റെ നിങ്ങൾ ഇഷ്ടമാണ്. ഡൽഹി ഇഷ്ടമാണ്. മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എനിക്കിഷ്ടമാണ്. പിന്നെ എൻ്റെ പുറകെ ഇരിക്കുന്ന മിക്ക പുസ്തകങ്ങളും എനിക്കിഷ്ടമാണ്. എന്നെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോയ പുസ്തകങ്ങളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അഭിപ്രായങ്ങളുമാണ് പറയുന്നത്. മഹാഭാരതവും രാമായണവും ബൈബിളും ഖുറാനും ഒക്കെ വായിച്ചിട്ട് ഈ ഒരു ഭൂമിയിൽ സമാധാനം പുലർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം ദിവസവും മതഗ്രന്ഥങ്ങൾ വായിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവരുടെ ജീവിതമൊന്നും അത്ര ശോഭനമായും അല്ലെങ്കിൽ സഹജീവികളെ മനസ്സിലാക്കി ഒരു സമാധാനപൂർണ്ണമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ജീവിക്കുന്നവർക്ക് വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യം ഏത് വായനയിലേക്ക് കടക്കുന്നതിന് മുമ്പും ഭൂമിയിലേക്ക് മനുഷ്യൻ വീണ ആ സമയത്ത് അവൻ എന്തൊക്കെയാണോ വായിച്ചത്, അതാണ് ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് നടന്നു കയറുമ്പോൾ അല്ലെ ജീവിതത്തിലേക്ക് കയറുമ്പോൾ ആദ്യം വായിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യ ഭൂമിയിലേക്ക് വീണ സമയത്ത് അവൻ ആദ്യം വായിച്ചത് ആരെങ്കിലും എഴുതിയ പുസ്തകങ്ങളല്ല. അവൻ ആദ്യം വായിച്ചത് പ്രകൃതിയാണ് വായിച്ചത്. കാറ്റെപ്പോഴടിക്കും, മഴയെപ്പോൾ പെയ്യും, മഞ്ഞെപ്പോഴാണ് വരുന്നത്, മണ്ണിൻ്റെ മണം എന്താണ്, മണ്ണിൻ്റെ രുചി എന്താണ്, മണ്ണ് എന്തിനു വേണ്ടിയാണ്, ഇതൊക്കെ അവനും വായിച്ചു. അതിനുശേഷം അവൻ വായിച്ചത് ജീവജാലങ്ങളെക്കുറിച്ചാണ്. ഒരു സിംഹം എങ്ങനെയാണ്, ഒരു ആനയുടെ ശക്തി എങ്ങനെയാണ്, ഉറുമ്പുകൾ എന്തിനാണ് കൂടുകൂട്ടുന്നത്, അതിൻ്റെ രീതി എന്താണ്, മറ്റെല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് അവൻ അടുത്തറിഞ്ഞു. ഇതുകൊണ്ട് അവൻ തൃപ്തിപ്പെട്ടില്ല. പിന്നീട് അവൻ പഠിച്ചത് അവൻ്റെ സഹജീവികളെയാണ്. കൂടിരിക്കുന്ന ആളുടെ സ്വഭാവം, മനുഷ്യൻ്റെ വഞ്ചന, പ്രതികാരം, സ്നേഹം, പ്രണയം എല്ലാം അവൻ പഠിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ച് പഠിച്ചതിന് ശേഷമാണ് അവൻ്റെ ജീവിതം രൂപപ്പെടുത്തിയത്. അത് പിന്നീട് അവൻ എന്ത് ചെയ്തു, അടുത്ത തലമുറയ്ക്ക് അവൻ്റെ അറിവുകൾ അടുത്ത തലമുറയ്ക്ക് പകർത്താനായി അവൻ എന്ത് ചെയ്തു, അക്ഷരങ്ങൾ ഉണ്ടാക്കി. അക്ഷരങ്ങളെ വാക്കുകളാക്കി, വാക്കുകളെ വാചകങ്ങളാക്കി, പുസ്തകങ്ങളാക്കി, പകർത്തി എഴുതി അതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് വായന വല്ലാത്തൊരു രൂപത്തിലിരിക്കുകയാണ്. എല്ലാ വായനയും അവൻ്റെ അറിവും അനുഭവവും എല്ലാം ചേർത്ത് വെച്ച ഭാവനയും ചേർത്താണ് അവൻ എഴുതി പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയും, വായന നല്ലതാണ്. കാരണം നമ്മൾ പുസ്തകം വായിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ മാത്രം കടന്നു പോകും. പുസ്തകം വായിച്ചാൽ ഒരുപാട് പേരുടെ ജീവിതത്തിലൂടെ ഈ ഒരു ജന്മത്തെ നമുക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ഒഴിഞ്ഞ പുസ്തകമായിട്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, അവന് മനസ്സാകുന്ന പുസ്തകത്താളിൽ ഒന്നും എഴുതിയിട്ടില്ല. അവനവിടെ എഴുതി വെക്കുകയാണ് അവൻ കണ്ടതും അവൻ കേട്ടതും അറിഞ്ഞതുമൊക്കെ. അവൻ്റെ അമ്മയെ, അച്ഛനെ, അവൻ്റെ സഹോദരങ്ങളെ, അവൻ്റെ സാഹചര്യത്തെ, അവൻ്റെ മതത്തെ, അവൻ്റെ ജാതി അവൻ വായിച്ചു പഠിച്ച് അവൻ എന്താകണം, എങ്ങനെയാവണമെന്ന് അവൻ എഴുതി ചേർക്കുകയാണ്. അതിനുശേഷം സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ പഠിപ്പിക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങളാണ്. എന്തിനു പഠിപ്പിക്കുന്നു എന്ന് അവനെ പറയുന്നില്ല. പക്ഷേ അവനെ വായിക്കാനായിട്ട് അവനെ ആരും പഠിപ്പിക്കുന്നില്ല. അവൻ്റെ അപ്പുറത്തിരിക്കുന്ന സുഹൃത്തിനെ വായിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല. പ്രകൃതിയെ വായിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല. വായിക്കുന്നുണ്ട്, അവന് ഒരുപാട് വായിക്കുന്നുണ്ട്, പക്ഷേ അറിവ് അവന് കിട്ടുന്നില്ല. നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷെ അവന് ആരോഗ്യം കിട്ടുന്നില്ല. അവന് സമൂഹത്തിൽ പല രീതിയിൽ ഇടപെടുന്നുണ്ട്, പക്ഷെ അവന് സമൂഹത്തിലെ നല്ലൊരു ജീവിയായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് വായന നല്ലതാണ്. വായന നമ്മളെ വല്ലാതെ വളർത്തും. അതെന്നെ ഒരു പരിധിവരെ വളർത്തുകയാണ്.
പക്ഷെ എന്നെ യഥാർത്ഥത്തിൽ വളർത്തിയത് എന്നെ വായിച്ചതാണ്, എൻ്റെ സഹജീവികളെ വായിച്ചതാണ്. ഈ സഹജീവികളെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ അടുത്ത് വരുന്നവരെയൊക്കെ വായിക്കണമെന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ആദ്യ മനുഷ്യൻ പ്രകൃതിയെ വായിച്ചു, അവൻ്റെ മൃഗങ്ങളെ വായിച്ചു, സഹജീവികളെ വായിച്ചപ്പോൾ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ വായിച്ചു. ഒരു വായനയുടെ ഒരു പ്രധാന കാര്യം അവൻ്റെ നിലനിൽപ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് അടുത്ത് വരുന്ന പലരെയും വായിക്കാൻ പഠിക്കാത്തതുകൊണ്ട്, വായിക്കാൻ മറന്നുപോയത് കൊണ്ട് അത് പിന്നീട് വലിയ അപകടങ്ങളിലേക്ക് അവരെന്നെ കൊണ്ട് എത്തിച്ചതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ സംഭവമായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളെ വായിക്കാൻ പഠിക്കണം. അതിനുവേണ്ടി മനുഷ്യരെ വായിക്കാൻ പഠിക്കണം. അത് ഉൾക്കൊള്ളുന്ന നമ്മളെ വായിക്കാൻ പഠിക്കണം. അങ്ങനെ വായന ആ ഒരു വായന പൂർണ്ണമായി കഴിഞ്ഞിട്ട് വേണം മറ്റൊരാളുടെ ഭാവനയിലുള്ള, ആശയത്തിലുള്ള, ചിന്തയിലുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതെന്ന് ഞാൻ പറയും. വായന നല്ലതാണ്. അതുകൊണ്ട് ആ പ്രസംഗത്തിൽ എവിടെയും ഞാൻ പുസ്തക വായനയെക്കുറിച്ച് അധികം സംസാരിച്ചില്ല. ഞാൻ വായിച്ച ഓരോ കുട്ടികളോടും ഞാൻ പറഞ്ഞത് നിങ്ങളെ വായിക്കാനാണ് പറഞ്ഞത്. നിങ്ങളെ വായിക്കണമെങ്കിൽ നമുക്ക് നമ്മളോട് വ്യക്തത വേണം, ക്ലാരിറ്റി വേണം. ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വ്യക്തതയോടെ വായിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അടുത്തിരിക്കുന്ന ആളെ വ്യക്തതയോടെ വായിക്കാൻ പറ്റും. അടുത്തിരിക്കുന്ന ആളെ വ്യക്തതയോടെ വായിക്കാൻ പറ്റുമെങ്കിൽ സമൂഹത്തെ നമുക്ക് വ്യക്തതയോടെ വായിക്കാൻ പറ്റും. സമൂഹത്തെയും നമ്മളെയും ഒക്കെ വ്യക്തിത്വത്തോടെ വായിക്കാൻ പറ്റുമെങ്കിൽ ഈ ഭൂമിയിൽ ഈ ജീവിതകാലം മുഴുവനും ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് സുഗമമായി ജീവിച്ചു മരിക്കാൻ പറ്റും. ഒരു അപകടങ്ങളിലും ഒരു പ്രശ്നങ്ങളിലും ചെന്നുപെടാതെ നമുക്ക് ജീവിച്ചു മരിക്കാൻ പറ്റും. അപ്പം ഞാൻ അവിടെ സംസാരിച്ചത് ഈ പുസ്തക വായനയെക്കുറിച്ചല്ല, ജീവിതം വായിക്കുന്നതിനെക്കുറിച്ചാണ്. അത് എത്ര പേർക്ക് ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും അത് എനിക്കവിടെ തോന്നിയത് കാരണം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാണ്. വായിക്കുന്നത് നമ്മളെയാണെങ്കിൽ നമ്മളെ മറ്റൊരാൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ.